കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത്. കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പടപ്പ് SIയെ സസ്പെൻഡ് ചെയ്തു. നേരത്തെ CISF കസ്റ്റംസ് ഉദ്യോഗസ്ഥനും സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തതിന് സസ്പെൻഷനിലായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കോടികളുടെ സ്വർണമാണ് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. പോലീസും കസ്റ്റംസും ചേർന്ന് സ്വർണ്ണക്കടത്ത് തടയുമ്പോഴും മറുവശത്ത് കള്ളക്കടത്ത് സംഘത്തിന് ഇതേ സേനയിൽ നിന്നും സഹായം ലഭിക്കുകയാണ്. പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെയാണ് DIG അജിത ബീഗം ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകി പ്രതിഫലം കൈപ്പറ്റുന്നു എന്നാണ് SIക്കെതിരെയുള്ള കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ IPS ആഭ്യന്തര അന്വേഷണം നടത്തി DIGക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ സ്വർണ്ണക്കടത്തിന് CISF അസിസ്റ്റന്റ് കമാൻഡന്റും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ സംഘം 60 തവണ കരിപ്പൂർ വഴി സ്വർണം കടത്തിയതായും പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നു. നിലവിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ സസ്പെൻഷനിൽ കഴിയുകയാണ്. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നതിന് കരിപ്പൂരിലെ കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന P മുനിയപ്പയും പോലീസ് പിടിയിലായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം കസ്റ്റംസും DRIയും പിടികൂടുന്നുണ്ട്. കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തുന്ന സ്വർണം പോലീസും പിടികൂടുന്നു. ഈ കൊല്ലം മാത്രം 40 സ്വർണ്ണക്കടത്ത് കേസുകളാണ് പോലീസ് തകർത്തിരിക്കുന്നത്. എന്നാൽ ദിനം പ്രതി ഉദ്യോഗസ്ഥ ഒത്താശയോടെ കോടികളുടെ സ്വർണമാണ് വിമാനത്താവളത്തിന് പുറത്തേക്ക് ഒഴുകുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇത്തരം മാഫിയക്കെതിരെ ശക്തമായ നടപടിക്ക് ശ്രമിക്കുമ്പോഴാണ് സേനയിൽ നിന്ന് തന്നെ ചില പുഴുക്കുത്തുകൾ അപമാനമായി മാറുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.